ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസുമാണ് ഇടുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഏരീസ് പ്ലക്സിൽ. ഇന്ന് ഏരീസ് പ്ലക്സിൽ OD 6 സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള ഷറഫുദ്ദീൻ്റെ ഒരു സിനിമയാണ്. ഇതിനു മുമ്പ് ഞാൻ കാണാവുന്ന പടക്കളമായാലും ഹലോ മമ്മി ആയാലും OD 6 തന്നെയാണ് ഇരുന്ന് കണ്ടത്. അത് രണ്ട് സിനിമ ഷറഫുദ്ദീൻ്റെ തന്നെ സിനിമയായിരുന്നു. ഈ രണ്ട് സിനിമ ഞാൻ OD 6 കണ്ടത്. അപ്പോൾ ഇന്നും ഞാൻ OD 6 സിനിമ കാണാൻ വന്നിരിക്കുന്നത്, പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ കേട്ടപ്പോൾ നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവി അങ്ങനെ രീതിയിൽ ഞാൻ റിവ്യൂ എല്ലാം കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് കാണാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പോൾ നമുക്കിൻ്റെ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഇൻ്റർവെല്ലായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ഇതൊരു ഒന്നേ മുക്കാൽ മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ലെങ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ എന്തായാലും കണ്ടിട്ട് പറയാം. അങ്ങനെ കേസ് തന്നെ OD 6 കയറിയിരിക്കുകയാണ്. എന്ത് പറയുക, ഇന്നത്തെ ഷോ ഹൗസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്താൻ കുറച്ച് താമസിച്ചു. അപ്പോൾ 4:30 ഷോ. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ തന്നെ 4:20. അപ്പോൾ എല്ലാ ആൾക്കാരും കയറി ഇരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുമ്പത്തെ പടക്കളത്തിൻ്റെ ഹലോ മോമി റിവ്യൂവിൻ്റെ ഒക്കെ ഇതിനകത്ത് ഞാൻ മെയിൻലി ഇതിൻ്റെ OD 6 റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ രണ്ട് മൂവിയുടെ റിവ്യൂസ് ഇതിൻ്റെ പിൻ ചെയ്തേക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതൽ OD 6 എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. OD 6 ഫുൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വീഡിയോസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻ്റർവെല്ലായിട്ട് ഈ മൂവിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് ആ പടം ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയുക, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നല്ല ചിരിക്കാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെയിൻലി കഥ പോയിരിക്കുന്ന സിനിമയുടെ പേര് പോലെ തന്നെ ഡിറ്റക്റ്റീവ്. അതിനകത്ത് ഡിറ്റക്റ്റീവായിട്ട് വരുന്ന ഷറഫുദ്ദീനാണ്. അപ്പോൾ ആ ഒരു ബേസിൽ മെയിൻലി കഥയായിട്ടാണ് പോയിരിക്കുന്നത്. ഇതിൽ മെയിൻലി ഒരു മീനിനെ ബേസ് ചെയ്താണ് കഥ പോയിരിക്കുന്നത്. എന്നാലും അതിൻ്റെ അകത്ത് തന്നെ കുറേ കോമഡീസും മെയിൻലി ഇതിനകത്ത് കുറേ ആൾക്കാർ വരുന്നുണ്ട്. വിനയ് ഫോർട്ട്, വിനായകൻ, നമ്മുടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ പ്രേമലുവിൽ ഒരു ഓഫീസിലൊരു പയ്യനുണ്ടല്ലോ, ആ പയ്യനുണ്ട്. അപ്പോൾ ഈ വിനയ് ഫോർട്ടിൻ്റെയും ഷറഫുദ്ദീനും തമ്മിലുള്ള ഒരു കോംബോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അവരുടെ തമ്മിലുള്ള കോമഡിയും ഒരു വഴക്കും, കൊച്ചു കാലത്തുള്ള ഒരു വഴക്ക്, അത് വലുതാകുമ്പോഴും അത് വിടാതെ അവർ പിന്തുടർന്ന് വാശി കാണിച്ച് അതൊരു കോമഡി രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതൊന്നും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു കോമഡി രീതിയിലാണ് ഫുൾ കാണിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. അത്രയേ ഉള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം സ്പോയിലറായിപ്പോവും. നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ചിരിക്കാനുണ്ട് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ട് ബാക്കി എന്താണെന്നുള്ള കാര്യം പറയാം. എന്തായാലും എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ ഒരു 5-ൽ 3.54 കൊടുക്കാം. പക്ഷേ ഇതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പടക്കളമാണെന്ന് ഞാൻ പറയുന്നു. പക്ഷേ എന്നാലും ഇത് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ വലിയ ലെങ്ത് ഇല്ല. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീർന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആകപ്പാടെ സിനിമയുടെ ലെങ്ത് 1 മണിക്കൂർ 55 മിനിറ്റാണ് ലെങ്ത്ത് വരുന്നത്. അത് ചടയെന്നും പറഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ അകത്താണ് ഇൻ്റർവെല്ലും വരുന്നത്. അപ്പോൾ ഇനി അടുത്ത 1 മണിക്കൂറാണ് അടുത്ത സെക്കൻഡ് ഹാഫും വരുന്നത്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗൈസിനകത്ത് നായികയായിട്ട് വരുന്ന അനുപമ പരമേശ്വരാണ്. അപ്പോൾ അവരുടെ അനുപമ പരമേശ്വരുടെയും ഷറഫുദ്ദീൻ്റെ ആക്ടിങ് ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവരുടെ തമ്മിലുള്ള കോമഡീസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അവരുടെ തമ്മിലുള്ള കോമഡീസൊക്കെ. അങ്ങനെ കേസ് ആ പടം ഫുൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ ചിരി അനുഭവപ്പെട്ടു. നല്ല രീതിയിൽ ചിരിക്കാനൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റിൻ്റെ കാട്ടിലും ഇരട്ടി ചിരിക്കാനുള്ളത് സെക്കൻഡ് ഹാഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ പറഞ്ഞത് ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് പടമാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല പിള്ളേരായിട്ടൊക്കെ വന്നാൽ ഫുൾ ചിരിയായിരിക്കും. ഫ്രണ്ട്സുമായിട്ട് കാണാൻ പറ്റുന്ന സിനിമയായിരിക്കും ഇത്. ഞാൻ 2 ഫ്രണ്ട്സായിട്ടാണ് വന്നത്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കൂടുതൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ ഫുൾ ചിരിച്ച് നമുക്ക് മറിയാൻ പറ്റിയ ഏറ്റവും നല്ല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് കഥ പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഈ കഥയിലൊരു മെയിൻ പാർട്ട് ഒരു ഫിഷ്, അത്രയും പറയുന്നുള്ളൂ. ഈ ഒരു കഥയിലൊരു പാർട്ട് ഫിഷിനെ ബേസ് ചെയ്ത് കഥ പോകുന്നുണ്ട്. എന്നാലും അതിനകത്ത് തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫുൾ ഒരു കോമഡി രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതിനകത്തൊരു ഫ്ലാറ്റിലൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്ലാറ്റിൽ കാണിക്കുന്ന കുറേ രംഗങ്ങളും അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ അത്രേ പറയുന്നുള്ളൂ. ഫ്ലാറ്റ് അങ്ങനത്തെ കുറേ ഇൻസിഡൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും.
എന്നാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്ത് പറയും, ഈ മൂവിയെ കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് പണ്ടത്തെ CID മൂസ ആ ടൈപ്പൊക്കെ ഇല്ല, ആ ടൈപ്പ് കോമഡീസൊക്കെയാണ് ഇത്. അതൊരു പുതിയ രീതിയിൽ കൊണ്ടുവന്നു. CID മൂസ അത് അങ്ങനത്തെ ഒരു വേറെ ലെവൽ സിനിമയാണ്, അതിനെ ഒരു വേറെ രീതിയിൽ ആക്കി ആ ടൈപ്പ് കോമഡിയില്ലേ, ഫുൾ ഓൺ കോമഡി പടമാണ്. അല്ലാതെ വേറെ അങ്ങനെ നമ്മളെ അടിയും പിടിയും ഒന്നുമില്ല. ഇടയ്ക്ക് ഫൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫുൾ ഓൺ ചിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു 10-ഒരു 8 കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇതായിപ്പോയി, എന്നാലും സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടപ്പോൾ എനിക്കത് മാറി. എന്നാലും ഒരു പിടി എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പടക്കളമാണ്. ഞാൻ പടക്കളം 2 തവണ തിയേറ്ററിൽ പോയി വന്ന് കണ്ടു. തിയേറ്റർ വന്ന് ഇത് ഈ ഏരിയസ് തന്നെ ഞാൻ 2 തവണ വന്ന് കണ്ടു. പക്ഷേ ഇത് 1 ടൈം വാച്ചബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു തവണ കണ്ടാൽ ഫുൾ ഓൺ ചിരിച്ച് മറിയാൻ പറ്റിയ ഏറ്റവും നല്ല സിനിമ എന്ന് പറയാം. നല്ല രീതിയിൽ ക്ലൈമാക്സോ, ഇതിൻ്റെ സാധാരണ സിനിമ പോലെ അതിനകത്ത് പാർട്ട് 2 ഒന്നും കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ സിനിമയിലും ഒരു അവസാനം പാർട്ട് 2 എന്ന് പറഞ്ഞ് കാണിക്കാറില്ല, അതിനകത്ത് കാണിച്ചിട്ടില്ല. എന്നാലും നല്ല രീതിയിൽ എൻഡിങ്ങും എന്തുകൊണ്ടും നല്ല ലാഗില്ല. ആകെ ഞാൻ പറഞ്ഞില്ല 2 മണിക്കൂറിനകത്തെ ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതെന്തായാലും ഈ സിനിമ നല്ലൊരു പോസിറ്റീവാണ്. കാരണം കൂടുതൽ മടുപ്പിക്കത്തുമില്ല, എന്നാൽ ഷടയെന്ന് പറഞ്ഞ സിനിമ തീരുകയും ചെയ്യും. നമ്മൾ ഒട്ടും മടുപ്പിക്കത്തില്ല. നമ്മൾ ചെന്ന് കയറും, പെട്ടെന്ന് പറഞ്ഞ സിനിമ തീരും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. 4:30-ക്ക് ഷോ തുടങ്ങി കറക്റ്റ് 6:30 ആയപ്പോൾ തന്നെ ഷോ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, കൂടുതൽ ഡീറ്റെയിൽഡ് പറഞ്ഞാൽ സ്പോയിലറായി പോകും. അപ്പം നിങ്ങൾ ഈ സിനിമ കാണാത്ത ഒരാൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുക. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സുമായിട്ട് വന്നാൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് വന്നാൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും, ചിരിക്കാനൊക്കെ അങ്ങനെ ഒരു ഇത് കാണില്ല. പക്ഷേ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പെറ്റ് ഡിറ്റക്റ്റീവ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഷറഫുദ്ദീൻ തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഷറഫുദ്ദീൻ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ഞാൻ നോക്കിയില്ല, ചുമ്മാ ഇന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് കണ്ടു ഫ്രണ്ട്സിൻ്റെ കൂടെ, അങ്ങനെയാണ് ഞാൻ വന്ന് കണ്ടത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വരുന്ന വീഡിയോസൊക്കെ തന്നെ ഇനി ഞാൻ അടുത്ത സിനിമയുടെ റിവ്യൂസൊക്കെ ഇടാം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആണല്ലോ ബാഹുബലി ഇത് എപ്പിക് വരുന്നത്. ബാഹുബലി 2 പാർട്ട് കൊണ്ട് കമ്പൈൻ ചെയ്താണല്ലോ ഇനി ഇറങ്ങുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു മൂവി വന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അന്ന് തന്നെയാണെന്ന് തോന്നുന്നു മറ്റേ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നത്. എന്തായാലും ഈ 2 മൂവിയും വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 2 മൂവി കാണണമെങ്കിൽ എന്തായാലും ഞാൻ റിവ്യൂ ഇട്ടേക്കാം. എന്തായാലും ബാഹുബലി ഞാൻ കാണാൻ വരും എന്നുള്ളൊരു ഒരു ഏകദേശം ഉറപ്പായി. അത് കാണാൻ വരുന്നെങ്കിൽ എന്തായാലും അതിൻ്റെ റിവ്യൂ ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഈ സിനിമ കാണാൻ, പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വരുന്നെങ്കിൽ അതും കൂടെ എന്തായാലും എടുത്തിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. ഗൈസ്, ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ശ്രീ ഗോകുലൻ ഗോപാലനാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് അവസാനം വന്നത്. അപ്പോൾ ഓക്കെ, ബൈ.